വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം. ആദ്യമായി അതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ബിറ്റ്കോയിൻ്റെ 1 ഡേ ചാർട്ടാണ്. 1 ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് പലതവണ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. ആ പോകുന്ന സമയത്ത് ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആ ഒരു ഇംബാലൻസിലേക്കാണ് ഇന്ന് മാർക്കറ്റ് ഇറങ്ങി വരുന്നത്. ഇന്നലെ അതിൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റ് ഇറങ്ങി വരുന്നത് അങ്ങോട്ടാണ് എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി മുകളിലോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. ആ ഒരു ഇംബാലൻസിൽ നിന്ന് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് തൊട്ട് മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 ഡേ ചാർട്ടിൽ BTCയിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 4 അവറിലേക്ക് പോവാം. 4 അവറിൽ പോകുന്ന സമയത്ത് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇംബാലൻസിൽ നിന്ന് 1 ഡേ ചാർട്ടിൻ്റെ ഇംബാലൻസിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇറങ്ങി വരുന്ന സമയത്ത് മാർക്കറ്റ് ഇംബാലൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇംബാലൻസ് ഉണ്ട് 4 അവറിൻ്റെ. അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്തത് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി 1 ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടതാണ്. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് 1 ഡേ ചാർട്ടിൻ്റെ അല്ലെങ്കിൽ 1 ഡേ ടൈം ഫ്രെയിമിലെ ഇംബാലൻസിൻ്റെ അടുത്തോട്ടാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇന്നലെ ഇറങ്ങിയ ഏരിയ, അതായത് ഈ ഒരു ഏരിയ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതിനെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 4 അവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് നല്ല കൺസോളേഷനോട് കൂടിയാണ് നിൽക്കുന്നത്. മാത്രമല്ല 1 അവറിന് ഒരു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയയും കൂടി നമ്മൾ കാണുന്നുണ്ട്. അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് വീണ്ടും റെസിസ്റ്റൻസുകളും സപ്പോർട്ടുകളും കാണുന്നുണ്ട്. അതെല്ലാം നമ്മൾ 4 അവറിലും 1 ഡേ ചാർട്ടിലും മാർക്ക് ചെയ്തിട്ടതാണ്. ഇത്രയാണ് 1 അവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ലൊരു കൺസോൾട്ടേഷനിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഇംബാലൻസിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഇംബാലൻസിലേക്ക് വരികയാണെങ്കിൽ വിത്ത് ഒരു കൺഫർമേഷനോട് കൂടിയിട്ട് അത് നല്ലൊരു കൺഫർമേഷൻ ക്യാൻഡിൽ മൂവ്മെൻറ്റോ മറ്റോ ഉണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഒരു ബൈ എൻട്രി എടുക്കാം. ബൈ എൻട്രി എടുക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു ലെവൽ വരേക്ക് നമുക്ക് ടാർഗറ്റ് എത്താവുന്നതാണ്. ഈ ഒരു റേഞ്ച് നമുക്ക് ടാർഗറ്റിന് വേണ്ടി എക്സ്പെക്റ്റ് ചെയ്യാം. അല്ല, ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു ഇംബാലൻസിൽ നിന്ന് ഒരു മുകളിലോട്ടുള്ള കൺഫർമേഷൻ കിട്ടുന്നില്ല എങ്കിൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നേരത്തെ കുറച്ച് സപ്പോർട്ട് ഏരിയയിലേക്ക് അതിൻ്റെ താഴോട്ടേക്കും ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറിച്ച് ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഏരിയയും കൂടിയും ബ്രേക്ക് ചെയ്യുകയാണ്. ഈ ഏരിയയും കൂടിയും ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്ന് റീടെസ്റ്റ് വന്നാൽ ഒരു നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ഇംബാലൻസിലേക്ക് വരാം. ഇംബാലൻസും കടന്ന് പോവുകയാണെങ്കിൽ മുകളിലോട്ട് ഇവിടെ ഒരു ഇംബാലൻസും കടന്ന് പോവുകയാണെങ്കിൽ മുകളിൽ ഈ റെസിസ്റ്റൻസ് ഏരിയ അല്ലെങ്കിൽ സപ്ലൈ ഏരിയയിലേക്ക് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇന്ന് പൊതുവെ ഒരു മാർക്കറ്റ് ഒരു കുറച്ച് മണിക്കൂർ ഡൗൺ ട്രെൻഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് കുറച്ച് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. എന്തായാലും മാർക്കറ്റിന് ഈ ഒരു കൺസോളേഷൻ കഴിഞ്ഞ് ഇപ്പം നിൽക്കുന്ന കൺസോളേഷനിൽ നിന്ന് റിലീഫ് എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ക്വിക്ക് മൂവ്മെന്റ് ഏതെങ്കിലും സൈഡിലേക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിവേ ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് മാർക്കറ്റ് മൂവ്മെന്റ് കണ്ടതിന് ശേഷം മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും എന്നും പറയുന്ന പോലെ തന്നെ അനാലിസിസ് എന്ന് പറയുന്നത് തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും പ്രീ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സോഴ്സ് വെച്ച് മാത്രം ചെയ്യുന്നതാണ്. അതായത് പ്രീവിയസ് ഹിസ്റ്ററി നോക്കിയിട്ട് മാത്രം ശേഷം ചെയ്യുന്നതാണ്. ലൈവ് മാർക്കറ്റിലാണ് കുറച്ചും കൂടി ഇമ്പാക്ട്ഫുൾ ആവുക. അപ്പോൾ ഇതെല്ലാവരും ഓർമ്മയിൽ വെക്കുക. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡൂട്ടുമായിട്ട് ബന്ധപ്പെടാം. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ താഴെയിൽ ഒരു ഗൂഗിൾ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ഫില്ല് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.